ഹലോ, ഇന്നൊരു അച്ചാർ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഗ്യാസ് സ്റ്റോപ്പിൽ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. നല്ല കട്ടിയുള്ള പാത്രം തന്നെ വെച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് 4 ടേബിൾ സ്പൂണ് മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അച്ചാർ പൊടി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പെട്ടെന്ന് തന്നെ വീട്ടിൽ ഉള്ള സാധനം വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന അച്ചാറാണ് കാണിക്കുന്നത്. ഇതിൽ കായപ്പൊടിയോ അച്ചാർ പൊടിയോ ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക, ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ച മാങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്. മാങ്ങ നല്ല മൂത്ത മാങ്ങയാണ് ഇട്ട് എടുത്തിട്ടുള്ളത്. പച്ച മാങ്ങ എടുക്കുന്നതിനേക്കാളും നല്ലത് കുറച്ച് മൂപ്പോട് കൂടിയുള്ള മാങ്ങ എടുക്കുന്നതാണ്. ആ പച്ചമണം മാറുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1.5 കപ്പ് വിനാഗിരി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഒന്ന് ലൂസായിട്ടേ ഉണ്ടാവുക. ഒരു 2-3 മിനിറ്റ് ആകുമ്പോഴേക്കും ഒന്ന് ടൈറ്റായി വരും. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ അച്ചാറിന് ഉപയോഗിച്ചിട്ടുള്ളത് 5 മാങ്ങയാണ്. 5 പച്ചമാങ്ങയാണ് എടുത്തിട്ടുള്ളത്. ചെറിയ അളവിലാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് എല്ലാവരും ഇട്ട് കൊടുക്കുന്നതാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഇട്ട് കൊടുക്കാറുണ്ട്. ലൈറ്റ് മധുരമൊന്നും കിട്ടും. അപ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് അച്ചാർ. ഇനി ഇതിലേക്ക് കടുകും ഉലുവയും ഒന്ന് വറുത്ത് പൊടിച്ച പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. 1.5 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ വീട്ടിലുള്ള സാധനം വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന അച്ചാറാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അസ്സലാമു അലൈക്കും.